മനസ്സിൽ ചിന്തിക്കാതെ ഓർക്കാതെ മനഃപൂർവ്വം കാണാതെയൊക്കെ സ്വാഭാവികമായി ദൈവികമായ പ്രേരണയാൽ ആകസ്മികമായി കാണുന്നവർക്കുണ്ട്. നമ്മൾ വലിയൊരു അഭിഷേകത്തിലാണ് നിൽക്കുന്നത്, വലിയ ഒരു അഭിഷേകം. ഈ നിമിഷം മുഴുവനും കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഓൺലൈനിൽ ശുശ്രൂഷ ഇതിൽ പങ്കെടുക്കുന്നവരും കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ കർത്താവ് പറയണത്, നീ കൈ നെഞ്ചത്ത് വെക്കുമ്പോൾ എൻ്റെ ആണിപ്പെടുതാർന്ന മരണത്തെ ജയിച്ച ഉത്ഥാനം ചെയ്ത വലിയ മഹത്വപൂർണമായ കരമാണ് നിൻ്റെ നെഞ്ചത്തിരിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഇനിയും നമ്മൾ ഈ വലിയ സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവാണ് നിൻ്റെ നെഞ്ചത്ത് ഇപ്പോൾ അവിടുത്തെ ഉത്ഥാനം ചെയ്ത വലിയ കരം, മഹത്വപൂർണ്ണമായ വലതുകരം വെച്ചിരിക്കുന്നത്. നിൻ്റെ അടി മുതൽ ഉള്ളംകാലം ഉച്ചവരെ കർത്താവിൻ്റെ വലിയ ശക്തി പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നീ ശക്തമായി ശ്രദ്ധിക്കട്ടെ, ശബ്ദമായി ശ്രദ്ധിക്കട്ടെ. രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് കർത്താവേ, ഈ വിഷയത്തിൽ കൂടുതൽ ദർശനങ്ങൾ കർത്താവേ നൽകുവാനും അങ്ങ് അങ്ങയുടെ ഈ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, അഭിഷേകം എനിക്ക് നൽകണമേ. അഭിഷേകം നൽകണമേ കർത്താവേ. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. Praise the Lord. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഏറ്റവും ഹൃദ്യമായൊരു വചനം, അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ സമയം. എന്നിട്ട് പറഞ്ഞ്, അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ സമയം. ഇപ്പം നമ്മൾ ഡെലിവറി ചെയ്യപ്പെടേണ്ട, വിടുതൽ പ്രാപിക്കപ്പെടേണ്ട വിഷയങ്ങളുടെ സമയം ദൈവത്തിന് നിശ്ചയിക്കാൻ പറ്റും. ഇപ്പോൾ സാമ്പത്തിക കടങ്ങളിൽ നിന്നായാലും ശരി, നീ വിടുതൽ പ്രാപിക്കേണ്ട സമയം, അനുഗ്രഹം എന്ന് പറയണത് എന്താണ്? നിൻ്റെ സമയം ദൈവം ആശീർവദിക്കുന്നതിനെയാണ് അനുഗ്രഹമെന്ന് പറയണത്. നിൻ്റെ സമയം, ഇതിന് ബൈബിൾ പറയുന്ന പേര് ഭാഗധേയമെന്ന് പറയും. ഭാഗധേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ റൈറ്റ്, നിൻ്റെ അവകാശമെന്നാണ് അർത്ഥം. നിൻ്റെ അനുഗ്രഹം നിൻ്റെ അവകാശമാണ്. അതാണ് ബൈബിൾ പറയണത്. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് അവകാശമായി, ഞങ്ങൾക്ക് ഓഹരിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓഹരിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കുകയാണ്. ആരാധന 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 ഈശോയെ ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നേറ്റ് പറഞ്ഞ് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇപ്പോൾ 1 പത്രോസ് 3:9 തിരുവചനം. 1 പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി. അപ്പോൾ എപ്പോഴും ഈ വിഷയം ഈ സമയത്തിലുള്ള നമ്മുടെ അവകാശം യേശുക്രിസ്തുവിൽ നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് അനുഗ്രഹം അവകാശമാകണത്. ഈ നമ്മുടെ സ്തുതിപ്പൊക്കെ സമയത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. ഇപ്പം എന്താ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പം സങ്കീർത്തനം 31:15 എന്താ പറയണത്? അവിടുത്തെ കരങ്ങളിലാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. That means my right is in your hand. എൻ്റെ അവകാശങ്ങളെ എന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. ഇത് സങ്കീർത്തനം 31:15 തിരുവചനമാണ്. പക്ഷേ ഇത് വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രഖ്യാപനം ഉണ്ടാകണം. എന്താണ്? അവിടുത്തെ കരങ്ങളിലാണ്. ഒന്ന് പറഞ്ഞേ, അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. ഭാഗധേയം എന്ന് പറയുന്നത് എന്താണ്? അവകാശം, റൈറ്റ്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിള് ഇത് കുറച്ചുകൂടി കൃത്യമായിട്ടാണ്, ഷാർപ്പ് ട്രാൻസ്ലേഷനാണ്. ലോർഡ്, മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. ഞാൻ വാസ്തു രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ്. അപ്പം എൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ട് ടൈമിനെക്കുറിച്ച്. ഈ ദിവസങ്ങളെല്ലാം ടൈമിനെക്കുറിച്ചാണ് വെളിപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാളം ബൈബിളിൽ കിടക്കുന്നത് അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ എന്ത് പറയും? ലോർഡ്, മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. ഇനി ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയണത് നമ്മുടെ സമയവും നമ്മുടെ അവകാശവും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് ബൈബിൾ കാണുന്നത്. നമ്മുടെ സമയവും നമ്മുടെ അവകാശവും. കാര്യം എന്താണ്? നമ്മൾ അവകാശം പ്രാപിക്കുന്നത് നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെടുമ്പോഴാണ്. പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെടുമ്പോഴാണ് നമ്മൾ അവകാശം പ്രാപിക്കുന്നത്. അത് ഒരു കാര്യമായിരിക്കത്തില്ല, ഒത്തിരി കാര്യങ്ങളുണ്ടാവും. നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമല്ല നടക്കുന്നത്. ഇന്നലെ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ്, അവരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർ അവസാനം ഇനി ബാക്കി പിന്നെ പറയാമെന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയിട്ടാണ് അവർ സാക്ഷ്യം നിർത്തിയത്. സലി ഫ്രാൻസിസ് എന്ന പാലായിൽ നിന്നുള്ള ഒരു സഹോദരിയാണ്. ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. ഇപ്പോഴേ നമ്മുടെ പഴയ ടൈം ടേബിളൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ധ്യാനം തന്നെ ഇനി വരുന്ന കാലങ്ങളിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ഒക്കെ ഉടമ്പടി ധ്യാനമായിരിക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ. കാര്യം കുറച്ച് പേരെല്ലാം നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുന്ന കാരണം ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ കൂട്ടിയിരിക്കുകയാണ്. അതിനെ അറിയിക്കും. നമ്മളുടെ ഫേസ്ബുക്കിൽ നിങ്ങളൊന്ന് എപ്പോഴും നോക്കണം, ഉടമ്പടി ധ്യാനം എപ്പോഴാണെന്ന് നോക്കണം. അപ്പോൾ ചിലപ്പോൾ അതിന്മേൽ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുമ്പത്തോളം ടെൻഷൻ ഇല്ല. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, ചിലപ്പോൾ വ്യാഴാഴ്ച വരെ അടുപ്പിച്ച് എല്ലാ ദിവസവും 10 മണി തൊട്ട് 1 മണി വരെ ഉടമ്പടി ധ്യാനം ഉണ്ടാകും. ഉച്ച കഴിയുമ്പോൾ ഉടമ്പടി നമുക്ക് എടുക്കാൻ പറ്റാത്തവർക്ക്, പുതിയ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാനുള്ള അവസരം ഉണ്ടാകും. ഉച്ച കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് 5 മണി വരെ ഉടമ്പടി പുതുക്കാൻ അവസരം ഉണ്ടാകും. അപ്പോൾ പതുക്കെ ഗവൺമെൻറ് നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ
ശുശ്രൂഷകൾ പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കൃപാസന ഉടമ്പടി ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ ശുശ്രൂഷ കണ്ടിരിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളിലേക്കും അത്ഭുതകരമായിട്ട് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കട്ടെ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇന്നലെ സാലി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ മോള് സാക്ഷ്യം പറഞ്ഞത് മലബാറിൽ അവർക്ക് ഈ സാലി ഫ്രാൻസിസിന് ഒരു 50-52 വയസ്സ് കാണുമായിരിക്കും. മലബാറിലുള്ള അവരുടെ അമ്മയ്ക്ക് 84 വയസ്സുണ്ട്. 84 വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് ഹാർട്ട് പ്രോബ്ലവും വേറെ കുറേ അധികം അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളെ അമ്മയുടെ അടുത്ത് പോയി നിന്ന് ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനൊന്നും പറ്റുന്ന ഒരു കുടുംബ പശ്ചാത്തലമല്ല. അവരുടെ വീട്ടിൽ അവരെ പാലായിൽ അവരുടെ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എന്നാ ചെയ്യും? ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയും. രോഗമുള്ള ഇടത്ത്. അത് അമ്മ നമുക്ക് തന്നൊരു നോട്ടാണ്, നേരത്തെ തന്നാണ്, ഒരു 2 കൊല്ലമായി തന്നിട്ട്. രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഇവർ അരൂപിയിൽ നിൽക്കുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് നിൻ്റെ കാര്യം മാത്രമല്ല, നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റണില്ലല്ലോ, അവർ 84 വയസ്സുമായിട്ട് കിടപ്പല്ലേ. അപ്പോൾ അതിന് പകരം അവരുടെ ശിരസ് കൈവെക്കണതിന് പകരം അവരെ ഓർത്തുകൊണ്ട് നിൻ്റെ ശിരസ് കൈവച്ചാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, കീപ് മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിവെയർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ കുറിച്ച് എപ്പോഴും ഒരു ജാഗ്രത വേണം. നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു ജാഗ്രത വേണം. സഭയ്ക്ക് മൊത്തത്തിൽ വേണ്ടത് അതാണ്. നമുക്ക് ജാഗ്രതാ കമ്മീഷനൊക്കെ ഉണ്ട്. ഭൗതിക കാര്യങ്ങൾക്ക് നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കുറവുകൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് കമ്മീഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും സീരിയസ് ആയിട്ട് കമ്മീഷൻ വേണ്ടത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു ജാഗ്രത എപ്പോഴും വേണം നമ്മുടെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ജാഗ്രതയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രെയർ ലൈഫിൽ ഒരിക്കലും, പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും ഫെയിലിയർ ആകത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഈശോയുടെ മനുഷ്യാവതാരം പരിശുദ്ധാത്മാവിലാണ് സംഭവിച്ചത്. ഈശോയുടെ കുരിശു മരണവും ആ മരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ പാർശ്വത്തിൽ പിളരുമ്പോൾ രക്തവും വെള്ളം ഒഴുകുന്നതും പരിശുദ്ധാത്മാവിലാണ്. എല്ലാം പരിശുദ്ധാത്മാവിലാണ് ആ രക്ഷണകൃത്യം പൂർത്തിയാകുന്നതെല്ലാം. പിന്നെ അവൻ ഉദ്ധിതനായി ഊതുമ്പോഴും സഭയ്ക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വ്യക്തി ഹിസ് നോട്ട് അറ്റ് ഓൾ എ ക്രിസ്ത്യൻ. ഒരിക്കലുമല്ല. നിനക്ക് നിൻ്റെ കല്യാണം ഒത്തുവരണില്ല, അല്ലെങ്കിൽ നിൻ്റെ മകളുടെ ജോലി ശരിയാകണില്ല, അല്ലെങ്കിൽ വീട് വിൽക്കണില്ല, ഒത്തിരി സമ്മർദ്ദങ്ങൾ നമ്മുടെ ഉണ്ട്. പക്ഷേ നീ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ, അമ്മേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ബോധം എനിക്ക് നൽകാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പറയണം. ഒന്ന് കൈതം ചെന്ന് വെച്ചേ, കണ്ണുകളടച്ചേ, തല കുനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധയമ്മേ, ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഈ നിമിഷം വർദ്ധിച്ച സ്വർഗീയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഞാൻ മാധ്യസ്ഥം യാചിക്കുന്നു. അമ്മയെ ശക്തിപ്പെടുത്തിയ
അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധം എന്നിൽ ഉണർത്തണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുവാനും വിശ്വാസം പ്രഖ്യാപിക്കുവാനും എല്ലാ പ്രാരാബ്ധങ്ങളെയും യേശു അതിജീവിച്ചതുപോലെ ജീവിക്കുവാനും എനിക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവേ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഈ ശുശ്രൂഷയിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിത നിയോഗങ്ങളിലേക്ക്, അവർ അതിജീവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് അഭിഷേകമായി കടന്നു ചെല്ലണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്തോത്രം കർത്താവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ അമ്മ സാലി ഫ്രാൻസിസ് സ്വന്തം ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. പിറ്റേ ദിവസം ഈ 84 വയസ്സുള്ള അമ്മ ഇവരെ ഫോണിൽ വിളിക്കും. വിളിച്ചിട്ട് അമ്മ ഒരു കാര്യം പറയും. എന്താ പറയണത്? നിൻ്റെ ആലപ്പുഴ മാതാവ്, അങ്ങനെയാണ് പറയണത്. ഞാനും ആദ്യം കേൾക്കണിങ്ങനെ. നിൻ്റെ ആലപ്പുഴ മാതാവ് സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നു. കാര്യം വെച്ചാൽ എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. അവരോട് പറയാത്തൊരു കാര്യം. 84 വയസ്സുണ്ട്, അത്ര വലിയ ബോധം ഓർമ്മയൊന്നുമില്ല. അവരോട് പറയാത്ത, അവർക്കിന്ന് വരെ അറിയാത്ത ഒരു കാര്യം ഈ 84 വയസ്സുള്ള അമ്മച്ചി മകളോട് പറയാം. എന്താണ്? ഈ മാതാവിൻ്റെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നിങ്ങൾക്കറിയാം, ഈ അമ്മ മാതാവിനെ ആദ്യം പ്രതിഷ്ഠിച്ചിരുന്ന കാലത്തെ അമ്മ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അത് ഈ 84 വയസ്സുള്ള അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മയോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അമ്മ പറയണത്, ഈ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നെന്ന്. അത് ആണ് വശത്തിൽ ഇപ്പോൾ ഈ കൃപാസനം തുറന്നപ്പോൾ തന്നെ കിട്ടിയ ഏറ്റവും വലിയ. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്നാണ്. രോഗസൗഖ്യ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ പ്രത്യേകം അവരാണിപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ്. അപ്പോൾ അവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ്. അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതേ അമ്മ പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷികളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈ ഇടിച്ച് കിടത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമ
കൈവച്ച് പാടുക. എല്ലാവരും ചേർന്ന് വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ആവേ ആവേ, കരങ്ങൾ വീശിക്കട്ടെ, കൈകൾ വീശി ആവേ പരിശുദ്ധമേ മാതാവേ, ആവേ മരിയ, വാസത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധയമ്മേ, വാഗ്ദാന പേടകമേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുമ്പോൾ ദൈവിക ഇടപെടലിലെ വെളിപ്പെടുത്തലുകളും അടയാളങ്ങളും നിറയ്ക്കണമേ. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. Praise the Lord. Praise the Lord. കാലത്തിലെ അമ്മയുടെ കൈവിരൽ സ്പർശം, അതോടുകൂടിയാണ് നമ്മൾ അവകാശം പ്രാപിക്കുന്നത്. ഇപ്പം 1 പത്രോസ് 3:9 എന്താ പറയണത്? അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുഗ്രഹം എങ്ങനെയാണ് അവകാശമാക്കണത്? നമ്മുടെ അനുഗ്രഹത്തിൻ്റെ നമ്മുടെ കാലത്തിൽ ദൈവം ഇടപെടണം. അപ്പോൾ ചില സമയത്ത് കാലത്തിൽ ഇടപെടാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ഈശോ പറയണത്. എന്താണ്? എൻ്റെ സമയം ഇനിയും, നിന്നെ അനുഗ്രഹിക്കാനുള്ള എൻ്റെ സമയം ഇനിയും. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? ഇവരുടെ അനുഗ്രഹത്തിൻ്റെ കാലം ഇനിയും ആയിട്ടില്ല എന്ന് പറയും. അതാ 2:4 യോഹന്നാൻ്റെ സുവിശേഷം. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ് നമ്മൾ, വിളിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിലും ചില സമയത്ത് അതിൻ്റെ കാലമാകത്തില്ല. ഈ കാലമാകാതെ വരുമ്പോൾ ദൈവം അതിനു വേണ്ടി ഒരാളെ ഉയർത്തുകയാണ് പുതിയ നിയമത്തിലെ. എന്തിനാണ്? മനുഷ്യൻ്റെ അനുഗ്രഹകാലങ്ങളെ അവരുടെ ആവശ്യമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കണം. മനുഷ്യൻ്റെ കാലങ്ങളെ അതിനാണ് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, ഈ കാലങ്ങളെ നമ്മുടെ ആവശ്യമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കാൻ പറ്റും. എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും? നമ്മൾ ദൈവാനുഗ്രഹത്തിന് സ്വയം പ്രതിഷ്ഠിക്കുന്നവരാകണം. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാണ് സ്വയം പ്രതിഷ്ഠിക്കുന്നത്? ദൈവവചനമനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കണം. ചുരുക്കി പറഞ്ഞാൽ അവൻ പറയണത് പോലെ ചെയ്യണം. ഉടമ്പടി അതാണ് അതിൻ്റെ അനുഗ്രഹമർമ്മം. അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യും. അവൻ പറഞ്ഞതുപോലെ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നമ്മുടെ അനുഗ്രഹകാലത്തെ ദൈവം നമ്മുടെ അടിയന്തര കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. ഇത് യഥാകാലം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാലത്തിൽ ഇടപെടുമ്പോഴാണ് യഥാകാലമാകണത്. അല്ല സർക്കാർ കാലം വഴി പോലെ എന്നല്ല എൻ്റെ അർത്ഥം. ഓരോന്നും നടക്കേണ്ട കാലത്ത് നടന്നോളൂ എന്ന് പറയണില്ലേ? സർക്കാർ കാര്യം വഴി പോലെ, അങ്ങനെയല്ല. ബൈബിൾ ഇതിന് യഥാകാലം എന്നാണ് പറയണത്. യഥാകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ അനുഗ്രഹ കാലത്തിൽ ദൈവം ഇടപെടുന്ന കാലം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രഭാഷകൻ 39-ാം അധ്യായം 34-ാമത്തെ വാക്യം, ഒന്ന് മറ്റൊന്നതിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. പ്രഭാഷകൻ 39 തിരുവചനം 34. ഒന്ന് ഏറ്റുപറഞ്ഞ് ഒന്ന് മറ്റൊന്നതിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതാതിൻ്റെ കാലത്ത് നന്മയായി തെളിയുമെന്നാണ്. പക്ഷേ ഈ യഥാകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ നിശ്ചയിക്കുന്ന കാലമാണ്.
അല്ലാതെ സർക്കാർ കാര്യം വഴി പോലെ എന്നല്ല. നിൻ്റെ കാലത്തെ ഇപ്പോൾ ഒരു സാക്ഷി ദിവസങ്ങളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. അവർക്ക് 67 ലക്ഷം കടം. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ സാക്ഷ്യമാണ്. 67 ലക്ഷം രൂപ കടം. അപ്പോഴവർ വന്ന ഉടനെ വേറെ മാർഗമൊന്നുമില്ല, അവരൊന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യ കാലങ്ങളിൽ എനിക്ക് നൽകിയ നോട്ടെന്ന് പറയണത് ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരമെന്നാണ്. അപ്പോൾ ചിലർ പറഞ്ഞു ഇത് നിങ്ങൾ ആൾക്കാർ റീച്ച് ചെയ്യിക്കാൻ വേണ്ടി കാണിക്കണ തരികിട പരിപാടിയാണെന്ന്. അതല്ല സംഭവം. ഉടമ്പടി പ്രാർത്ഥന തന്ന ആ ആഴ്ച തന്നെ പരിശുദ്ധാത്മാവ് നൽകിയ സൂചനയാണ് സമയത്തിലാണ് ഈ വിഷയം വർക്കൗട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നീട് ഞാൻ ചില ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഏതെങ്കിലും ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട ആ ഹെഡിങ് മാറ്റിയായിരുന്നു. പക്ഷേ ഹെഡിങ് മാറ്റിയുടെ കാര്യമില്ല. അമ്മ ഇപ്പോഴും ആ വിഷയം അതുപോലെ തുടരുകയാണ്. ഇവർ കൊണ്ടുവന്ന് 67 ലക്ഷത്തിൻ്റെ അവരെ അവിടെ വീട് വിറ്റ് പോയാലും വീട് വിറ്റാൽ പോലും അതിന് പരിഹാരമില്ല. വീട് വിറ്റാലും ആ 67 ലക്ഷം കിട്ടത്തില്ല. ഇനി 67 ലക്ഷം കൊടുത്തിട്ട് പിന്നെ വീടും വിറ്റ് തെണ്ടിത്തിരിഞ്ഞ് വീടില്ലാതെ നടക്കണം. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഈ ബാങ്ക് മാനേജർ ഇവരെ വിളിക്കും. വിളിച്ചിട്ട് പറയും ഇത് നമുക്ക് 1 ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറയും. ഒറ്റത്തവണ തീർപ്പാക്കാം. അപ്പോൾ നമുക്ക് ഒറ്റത്തവണ തീർപ്പാക്കാൻ പറ്റിയ സ്വാഭാവികമായിട്ട് 67 ലക്ഷമാണ്. ഒറ്റത്തവണ തീർപ്പാക്കിയ ഒരു 40 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷം, ചിലരൊക്കെ 65-ന് 67-ന് 50 എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. അമ്മ നിൻ്റെ കാലത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമ്മയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചാണിത് ചെറുതാകണത്. ഒറ്റത്തവണ തീർപ്പ് എന്താ പറയണത്? 17 ലക്ഷം. ഇതാണ് വ്യത്യാസം. 50 ലക്ഷമാണ് റൈറ്റ് ഓഫ് ആകണത്. എത്ര എമൗണ്ട് റൈറ്റ് ഓഫ് ആകണമെന്നുള്ളത് അമ്മ തീരുമാനിക്കും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് ഉടമ്പടി പ്രകാരം ആ കൃത്യമായ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി അമ്മയെ ഉടമ്പടി വാഗ്ദാന പേടകത്തിൻ്റെ നിറമുള്ള നീലത്തിരി, അതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെ നിറമുള്ള പച്ചത്തിരി, എല്ലാം ഉടമ്പടി വാഗ്ദാനമായിട്ട് ബന്ധപ്പെട്ട പുതിയ നമ്മൾ കണ്ടുപിടിച്ച കളറല്ല, എല്ലാ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറാണ്. അനുഗ്രഹത്തിൻ്റെ വാഗ്ദാന പേടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളറാണ്. ഇതെല്ലാം ഓർക്കുമ്പോൾ ഈ പച്ച കാണുമ്പോൾ അഴുകി ഒലിച്ചു പോയ നോഹയുടെ പ്രളയകാലമാണ്. അതിനുശേഷം സമാധാനത്തിൻ്റെ അതിനുശേഷം ഈ ഐ വിൽ ഗീവ് യു ദ ഗ്രീനറി എർത്ത്, ഹരിതാഭമായൊരു ഭൂമി ദൈവം തിരിച്ചു കൊടുക്കുകയാണ് എല്ലാം അഴുകിപ്പോയതിന് ശേഷം. അപ്പം തിരിച്ചു വരവാണ് നമ്മളെ. ഇവർക്ക് 17 ലക്ഷം അടക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അവർ 25 ലക്ഷം വരെ അടക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ എന്നാ പറ്റി? ബാക്കിയായി. ദൈവം അനുഗ്രഹിക്കുമ്പോൾ ബാക്കിയായിട്ട് അനുഗ്രഹിക്കണത് എങ്ങനെയാണ്? അത് 6:36 ലെവലിലാണ് അനുഗ്രഹിക്കുന്നത്. അമർത്തി. ഇപ്പം ലുക്ക 6:36 അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലേക്ക് ചൊരിയും. ആരാണ്? ദൈവം എന്നതിൻ്റെ അർത്ഥം. അവനെന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം. അപ്പോൾ അതായത് അമർത്തി നിൻ്റെ മടിയിലോട്ട് ചൊരിയുമെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല ദൈവം പറയണത്. അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, അനുഗ്രഹത്തിന്റെ വലിയ അഭിഷേകം നൽകണമേ കർത്താവേ. അമർത്തി കുലുക്കി ഞങ്ങളുടെ മടിയിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോയെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 6:34 പ്രാർത്ഥിക്കുന്ന അഭിഷേകം നൽകണമേ. എല്ലാവരും അനുഗ്രഹത്തിൽ കരങ്ങളടിച്ചുകൊണ്ട് ആനന്ദകൃപ പെരുന്നതിയേ അനുദിനം നിൻ പദംഗതിയേ അടിയനു നിൻ കൃപമതിയേ. എല്ലാവരും അനുദിനം നിൻ പദംഗതിയേ അടിയനു നിൻ കൃപമതിയേ. അനുഗ്രഹത്തിൽ അധിപതിയേ ആനന്ദകൃപ പെരുന്നതിയേ അനുഗ്രഹത്തിൽ
അധിപതിയെ അനുഗ്രഹ പെരുന്നതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഈ വിഷയം നമ്മുടെ കാലത്തിൽ ദൈവം കൈവെക്കുക, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ. അതിനെന്ത് ചെയ്യണമെന്നാണ് അമ്മ പറഞ്ഞത്? അവൻ പറയണത് പോലെ ചെയ്യണം. ഇനി ദൈവം പറഞ്ഞ പോലെ ചെയ്യണം. ദൈവം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒരിക്കലും ധ്യാനകേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ, ഡയറക്ടറാണ് ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ, എന്നോട് ചോദിച്ചു 6 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതിയാന്ന് ചോദിച്ചു. നമ്മൾ 6 കാര്യങ്ങളല്ലേ ചെയ്യണത്? അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ എത്ര കാര്യമാണ് ചെയ്യണത്? 6 കാര്യങ്ങൾ. നമ്മൾ 6 കാര്യം ചെയ്യാൻ എന്താ കാര്യം? 6 കൽപ്പനയാണ്. കനാല കല്യാണത്തിൽ ദൈവം വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് അല്ലേ? അതുപോലെ തന്നെ കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ, അവൻ പറയണത് കൽപ്പനകളിലൂടെ അവൻ പറയണത് മുമ്പ് 6 ദിവസം ദൈവം സീനായി മലമുകളിലുണ്ടായിരുന്നു. അനുഗ്രഹത്തിൻ്റെ നാന്ദിയാണ് 6 എന്ന് പറയുന്നത്. 6 ദിവസമാണ് മേഘമായിട്ട് സീനായി മലമുകളിലെ ദൈവം വസിച്ചത്. 6-ാം ദിവസമാണ് കൽപ്പന കൊടുക്കുന്നത്, അവൻ പറയണത്. അതുപോലെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞ അതല്ല. അച്ഛനോട് ഞാൻ പറഞ്ഞത് ഉടമ്പടി പുതുക്കുമ്പോൾ വീണ്ടും നമ്മൾ 6 കാര്യങ്ങൾ വേറെ ചെയ്യുമെന്നാണ്. കാര്യം എന്താണ്? അത്ര കണ്ട് ദൈവവചനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത്ര കണ്ട് ദൈവവചനങ്ങൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ പറഞ്ഞ ദൈവം പറഞ്ഞതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോസയ 6:1. അവന് ജെറമിയ 3:4. ജെറമിയ 3:4 അവൻ പറഞ്ഞു, അവിശ്വസ്തരെ മടങ്ങി വരുവിൻ. അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പെടലി വെട്ടി കളയാനല്ല. ദൈവം വിളിക്കുന്നതാണ്. എന്താണ്? ജെറമിയ 3:4 എന്താണ്? അവിശ്വസ്തരെ മടങ്ങി വരുവിൻ. അവൻ പറഞ്ഞതാ. നോൻപ് ഉപവാസത്തിൻ്റെ കാലം മടക്കയാത്രയുടെ കാലമാണ് അല്ലേ? നമ്മുടെ ഉപവാസത്തിൻ്റെ ഉദ്ദേശം എന്താ? ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാൻ. അപ്പം മടങ്ങിപ്പോകുന്നവരെന്താ ചെയ്യേണ്ടത്? ഹോസയ 5:4. ഹോസയ 5:4 തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിലേ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. അവൻ പറഞ്ഞത് എന്താണ്? മടങ്ങി വരാൻ പറയും. ജെറമിയ 3:4 എന്താ പറയണത്? അവിശ്വസ്തരെ മടങ്ങി വരുവിൻ. അപ്പം നമ്മളൊരിടത്ത് പോകുന്ന സമയത്ത് നമ്മളെ കൈകൊട്ടി വിളിച്ചാൽ അപ്പം തന്നെ തിരിച്ച് യൂട്ടേൺ എടുത്ത് വന്ന പോലെ യൂട്ടേൺ എടുത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയണത്. ഹോസയ പറയണത് ചുമ്മാ യൂട്ടേൺ എടുത്ത് വരാൻ പറ്റത്തില്ല. എന്താ യൂട്ടേൺ എടുത്ത് വരാൻ പറ്റാത്തത്? ഈസി അല്ലെന്ന് മടങ്ങി വരണത്. അതാണ് ഹോസയ 5:4 എന്താ പറയണത്? തങ്ങളുടെ ദൈവത്തിൻ്റെ പറഞ്ഞ മക്കളെ, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. അവൻ പറയണ പോലെ ചെയ്യാൻ മടങ്ങിപ്പോവുകയാണ് വേണ്ടത്. പക്ഷെ മടങ്ങിപ്പോകാൻ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ കാര്യം? അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. പ്രവർത്തികൾ എന്തൊക്കെയാ? ഹോസയ 5:4 ബാക്കി ഭാഗമുണ്ട്, ബി പോയിന്റ്. കാരണം വിചാര ദുർഭൂത അവരിൽ കുടികൊള്ളുന്നു.
അവർ കർത്താവിനെ അറിയുന്നില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. എബ്രായിം തൻ്റെ തിന്മയിൽ തട്ടി വീഴും. യൂദ അവരോടൊപ്പം കാലിടറി വീഴും. മടക്കയാത്രയിൽ കാലിടറി വീഴാൻ സാധ്യതയുണ്ട്. ആ പഴയ തിന്മയിൽ തന്നെ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ മടക്കയാത്രയിൽ കാലിടറി വീഴും. ഈ നോൻപിൻ്റെ വലിയ കാലത്ത് ഇപ്പോൾ 12-ാം തീയതി മുതൽ ഉടമ്പടി പുതുക്കാൻ തുടങ്ങുകയാണ്. പുതുക്കാൻ വരുന്നവരെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വചനം പറയുന്നത്. മടങ്ങി വരാൻ പറയുന്നുണ്ട്. പക്ഷേ മടങ്ങി വരുമ്പോൾ കാലിടറി വീഴരുത്. വീഴാനുള്ള സാധ്യത എന്താണ്? പഴയ ദുർവൃത്തിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരത്തില്ല. കാര്യം എന്താണ്? ഇടയ്ക്ക് കാലിടറി വീഴും. ഇത് വളരെ സീരിയസ് വിഷയമാണ്. മടങ്ങി വരാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പഴയ പ്രവൃത്തികൾ ആഭിചാരത്തിലും വ്യഭിചാരത്തിലും അഹങ്കാരത്തിലും ഒക്കെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഹോശേയ പറയണ പോലെ മടക്കയാത്രയിൽ വീണ്ടും കാലുമടങ്ങി വീഴും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ, കർത്താവിലേക്ക് മടങ്ങി വരാൻ ഞാൻ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രവൃത്തികള് പഴയ പാപപ്രവൃത്തികളിലെ നിലനിൽക്കുന്നതിനാൽ കാലിടറി വീഴുവെന്ന് കർത്താവിന്റെ വചനം അനുസ്മരിച്ചുകൊണ്ട് കർത്താവേ അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട് വിശുദ്ധി പാലിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവൻ പറയുന്നത് പോലെ ചെയ്ത് ഉടമ്പടി നിബന്ധനകൾ പ്രാപിച്ച് അഭിഷേകം, ശക്തിയും കരുത്തും വിശുദ്ധിയും ആഗ്രഹിക്കാൻ അഭിഷേകം ചെയ്യണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ചേർന്ന് പാടാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ മടക്കി വിളിക്കണത് എന്തിനാ? പാപങ്ങൾ ഉപേക്ഷിച്ച്, പാപപ്രവൃത്തികൾ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് മടക്കി വിളിക്കണത് എന്തിനാ? നമ്മളെ ശാസിക്കാനല്ല. എന്തിനാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കും. അത് സുവിശേഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് ഹോശേയ 6:1. ഹോശേയ 6:1 അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ നമ്മളെ സുഖപ്പെടുത്തും. നമ്മളെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. ഇപ്പം ഇന്ന് മുറിവും വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തി മുറിവുള്ള വ്യക്തിയാണ്. ഇപ്പം ജപ്തി നടപടിയെക്കുറിച്ച് വേദന അനുഭവിക്കുന്നു എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ഹൃദയം നുറുങ്ങിയ മുറിവുള്ള വ്യക്തിയാണ്. എന്താ ബൈബിൾ പറയണത്? ഹോശേയ 6:1 അത് ഞാൻ വെച്ച് കെട്ടുമെന്ന്. അതാ വെച്ച് കെട്ടിയതാണല്ലോ കാണുന്നത്. 67 ലക്ഷം വെറും 17 ലക്ഷമായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കണത്? ആ മുറിവുകൾ ദൈവം വെച്ച് കെട്ടി. ഒരുമാതിരി മുറിവല്ലല്ലോ, വേദനിക്കണതെല്ലാം മുറിവുകളാണ്. വീടില്ല എന്ന് പറഞ്ഞ് നീ വേദനിച്ചാൽ അതൊരു മുറിവാണ്. ആ മുറിവ് ഞാൻ വെച്ച് കെട്ടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെക്കും മക്കൾക്കും ജീവിക്കാനുള്ള വീട് ഞാൻ തരുമെന്നതിൻ്റെ അർത്ഥം. പക്ഷേ അതൊക്കെ മുമ്പ് എന്ത് ചെയ്യണം? നീ വിശുദ്ധീകരിക്കപ്പെടണം. അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട്
പ്രാർത്ഥിക്കുക. കർത്താവേ, പരമാവധി എൻ്റെ കഴിവിനപ്പുറത്ത് അങ്ങയുടെ കൃപയാൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവവചനം പോലെ ജീവിക്കുവാൻ എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങിലേക്ക് മടങ്ങി വരുന്ന കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കണമേ. അങ്ങയുടെ തിരുത്തമൊഴിച്ച് ഞങ്ങളെ മുറിവുകൾ കഴുകണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി. ദേഹവും ആത്മാവും മാനസവും ദൈവസ്നേഹത്തോടെ പാടാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഉടമ്പടിയെ അനുശാസിക്കുന്ന അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? നമ്മളെ വിശുദ്ധി പ്രാപിക്കാനാണ്. രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? നമ്മളെ ശക്തി പ്രാപിക്കാനാണ്. അതാണ് ഉടമ്പടി രണ്ട് ഭാഗമുള്ളത്. ആത്മവിശുദ്ധീകരണ നടപടി എന്നുണ്ട്. ആ പച്ച പേപ്പർ നിങ്ങളെ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ആത്മവിശുദ്ധീകരണ നടപടിയാണ്. രണ്ടാമത്തെ എന്താണ്? ആത്മശക്തീകരണ നടപടിയാണ്. അതെല്ലാം പൊതു ലക്ഷ്യം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. ഇപ്പോൾ നടപടി പുസ്തകം 14:16 കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. ഇപ്പം കർത്താവിനെ അറിഞ്ഞില്ല, സുവിശേഷം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തം മാർഗത്തിൽ പോകാം, ദൈവം അനുവദിക്കും. സുവിശേഷം അറിഞ്ഞില്ല, രക്ഷയുടെ മാർഗം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വഴിക്ക് പോകാം. അവൻ പറയണത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, അവൻ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ സ്വന്തം മാർഗത്തിൽ പോകാം. പക്ഷേ രക്ഷയിൽ നിങ്ങൾക്ക്, നിത്യരക്ഷയിൽ നിങ്ങൾക്ക് പങ്കാളിത്തമില്ല. ഭൂമിയിൽ ചത്തുകെട്ട് മരിച്ച് മൺമറഞ്ഞു പോകും. അങ്ങനെ അത് പട്ടിയും അങ്ങനെ ജീവിക്കുന്നുണ്ട്. അതിനെ കെട്ടിയെടുത്ത് മനുഷ്യനാകണമെന്ന് ഒരു നിർബന്ധമില്ല. അവൻ അതാണ് 14:16 കഴിഞ്ഞ തലമുറയിൽ, എന്നുവെച്ചാൽ ദൈവത്തെ അറിയാത്ത ഒരു കാലഘട്ടം, കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ ജനതകളെയും, അത് ക്രിസ്ത്യാനിയും തന്നെയല്ല, എല്ലാ ജനതകളെയും സ്വന്തം മാർഗത്തിൽ പോകാൻ ദൈവം അനുവദിച്ചു. കഴിഞ്ഞ തലമുറ ഏറ്റുപറഞ്ഞ് 14:16 നടപടി പുസ്തകം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം. ഏറ്റുപറഞ്ഞ് കഴിഞ്ഞ തലമുറയിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗത്തിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് എനിക്ക് സാക്ഷ്യം നൽകി. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാം, ശരീരത്തിലും സമൂഹത്തിലുമൊക്കെ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ്. നിങ്ങൾ വെദർ യു ആർ ബിലോങ്സ് ടു ക്രിസ്ത്യൻ ഓർ അതർ കാസ്റ്റ്, അതൊന്നും വിഷയമല്ല. നിങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ്. ഒരു പൂ മണത്ത് നോക്കിയാൽ ഹായ് എന്നല്ല പറയണത്, പ്രൈസ് ദി ലോർഡ് എന്നാണ് പറയേണ്ടത്. ഒരു പൂ മണത്ത് നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ ഹായ് എന്നല്ല പറയണത്, പിന്നെന്താ പറയേണ്ടത്? പ്രൈസ് ദി ലോർഡ്, ദൈവമേ നന്ദി. എന്താ കാര്യം?
അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ആമേൻ. ജനതകൾ കണ്ടിടട്ടെ. എല്ലാവരും ചേർന്ന് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സന്തോഷത്തോടെ കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Thank you, Jesus. കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ കരങ്ങൾ ഉയർത്തിയടിച്ചിട്ട് നിമിഷം ദൈവത്തിന്റെ ശക്തി അറിയാൻ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒന്നുകൂടി ആ വചനം കാണുകയാണ്. നമ്മൾ 14:16 വീട്ടിൽ പോയിട്ട് യൂട്യൂബ് പിന്നെയും നോക്കുക മാത്രമല്ല, കർത്താവിൻ്റെ വെളിപാട് നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ ദൈവം നിന്നോട് പറഞ്ഞത് അവൻ പറയണത് പോലെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മളത് ഷെയർ ചെയ്യുക കൂടി ചെയ്യണം. എന്താണ്? അവൻ പറഞ്ഞതാണ്, ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ നീ നിൻ്റെ യൂട്യൂബിൽ ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നീ വഴി അനേകായിരങ്ങൾ കർത്താവിനെ അറിയും. അങ്ങനെ ദൈവത്തിൻ്റെ ജോലി നീ ചെയ്യുമ്പോൾ നിൻ്റെ ജോലി ദൈവം ചെയ്യും. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ. കർത്താവേ സുവിശേഷം പ്രഘോഷിക്കാൻ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വീണ്ടും 14:16 വായിക്കുകയാണ്. കഴിഞ്ഞ തലമുറയിൽ, അതായത് ദൈവത്തെ അറിയാത്ത, കർത്താവിൻ്റെ വചനം അറിയാത്ത, അവൻ പറയണത് പോലെ ചെയ്യാൻ അറിയാത്ത കഴിഞ്ഞ തലമുറയിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. നിങ്ങൾക്കറിയാവുന്ന മാർഗങ്ങളിൽ പോകാൻ അനുവദിച്ചായിരുന്നു. പിന്നെ എന്താ പ്രശ്നം? ഇപ്പോൾ 17:30 നടപടി പുസ്തകം 17:30 അജ്ഞതയുടെ ആ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. ഇന്നലെ എന്ത് സംഭവിച്ചു? എങ്ങനെ നീ ജീവിച്ചു? 3 ഭാര്യമാരുണ്ടായിരുന്ന, 2 ഭാര്യമാരുണ്ടായിരുന്ന, മൊത്തം വെള്ളമായിരുന്ന, കള്ളൻ്റെ കുത്തിന് പിടിച്ച് പണം മേടിച്ചോ, അമിത പലിശ വാങ്ങിച്ചോ? ദൈവത്തെ അറിയാത്ത ആ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. അതാണ് 17:30 എന്താണ് പറയണത്? അജ്ഞതയുടെ, ഏറ്റു പറഞ്ഞ്, അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. പിന്നെ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനി മാത്രം പശ്ചാത്തപിച്ചാൽ പോരാ. കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരെല്ലാം തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അതാണ് പറയുന്നത്, എല്ലായിടത്തുമുള്ള എല്ലാ ജനതകളും. അതാണ് 17:30. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. പറഞ്ഞേ, അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ, പശ്ചാത്താപം നൽകണമേ. കർത്താവ് യേശുവേ, ആരാധന സമയം സമാഗതമായി. സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും
അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുദാവിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. നിങ്ങളുടെ എന്ത് വിഷയത്തിൻ്റെ മേലും ദൈവതീരുമാനം ഉണ്ടായി നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് എല്ലാവരെയാണ് വിളിക്കണത്, എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളെ. കാര്യം എന്താണ്? എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അല്ലാതെ അവിടെ പാർഷ്വാലിറ്റി ഇല്ല. അനുഗ്രഹം കൊടുക്കാൻ നേരത്ത് പക്ഷാഭേദമില്ല. സ്വന്തം പാർട്ടിക്കാരനാണ്, സ്വന്തം മതക്കാരനാണ്, സ്വന്തം വിശ്വാസിയാണെന്ന് പറഞ്ഞ് ദൈവത്തിന് പക്ഷാഭേദമില്ല. ദൈവത്തിന് പക്ഷാഭേദവുമില്ല, ദൈവത്തിന് മുഖംനോട്ടവുമില്ല. അതാണ് കൊളോസ്യസ് 3:25 പറയണത്, ദൈവത്തിന് മുഖംനോട്ടമില്ലെന്ന്. അത് അനുഗ്രഹത്തിൻ്റെ കാര്യമായാലും ശരി, അനുതാപത്തിൻ്റെ കാര്യമായാലും ശരി, ദൈവം എല്ലാവരിൽ നിന്നുമാണ് അനുതാപം ആവശ്യപ്പെടുന്നത്. കാര്യം ദൈവം എല്ലാവരെയാണ് അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാവും അക്രൈസ്തവ സഹോദരൻ എന്തുമാത്രമാണ് അനുഗ്രഹം പ്രാപിക്കണത്. പക്ഷെ അപ്പോഴൊക്കെ എല്ലാവരും ആഗ്രഹിക്കണം, ഞങ്ങൾ കൂടുതൽ വിശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കൂടുതൽ വിശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കാം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം സ്വന്തമാക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന് നൽകണമേ കർത്താവേ. വിശുദ്ധിയോടെ ജീവിക്കാൻ അനുതാപം നൽകണമേ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അതെല്ലാ ജനങ്ങളെയും ദൈവം അനുതാപത്തിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബൈബിളിലെ ഇപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദേവാലയം കൊള്ള ചെയ്ത് സ്വർണ്ണപാത്രങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ട് സ്വന്തം ആഭിചാരികളായ സ്ത്രീകളുമായിട്ട് വീഞ്ഞു കുടിച്ച ഒരു കസ്മലനായ രാജാവിനെക്കുറിച്ച്. അയാൾ യഹൂദൻ പോലുമല്ല, ഒരു സാധാരണ ആളായിരുന്നു. പക്ഷേ അയാളുടെ അന്തഃപുരത്തിൽ പെട്ടെന്ന് ദീപയഷ്ടികളിരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു വിരൽ വന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി. അപ്പോൾ ദൈവം അനുതാപത്തിലേക്ക് എല്ലാവരെയും വിളിക്കുന്ന അതിൻ്റെ അർത്ഥം. ബൽഷാസ്സർ യഹൂദൻ പോലുമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിലുള്ള ആളല്ല. പക്ഷേ അയാൾ അന്തഃപുരത്തിൽ അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ അയാളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിരൽ വന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി. ദാനിയേൽ 5:6 എഴുതി ഇത്രയേ ഉള്ളൂ, മേനെ മേനെ തെക്കൽ പാർസിൻ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ നിന്നെ തൂക്കി നോക്കി. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എന്താണ്? ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ സൽപ്രവൃത്തികൾ, നിൻ്റെ പുണ്യപ്രവൃത്തികൾ നീ ഭാരം വെച്ചിട്ടുണ്ടോ, അതിൽ നീ നിൻ്റെ കൃപ നേടിയിട്ടുണ്ടോ എന്ന് ദൈവം തൂക്കി നോക്കും. നോൻപ് കാലം ഒരു തൂക്കത്തിന് തയ്യാറാകണ കാലമാണ്. ഉടമ്പടി പ്രാർത്ഥനയിൽ എപ്പോഴും സൽപ്രവൃത്തികളുണ്ട്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ കുറേ ആത്മശക്തീകരണ പ്രവൃത്തികൾ വരും ഇതിലെ. അങ്ങനെയാണ് നമ്മൾ ഭാരം വെക്കണത്. ഞാൻ നിന്നെ തൂക്കി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ ദുർവൃത്തി ചെയ്യുന്ന ആളാണ്. എന്താണ്? ദേവാലയത്തിൽ നിന്ന് പൊൻപാത്രങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ട് അയാളുടെ വേശ്യകളുമായിട്ട് അയാൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തം പ്രാപിക്കുന്ന ആളാണ്. അതിലെന്താ പറഞ്ഞത്? ഞാൻ നിന്നെ തൂക്കി നോക്കി. തിന്മ ചെയ്യുന്നവനെ ദൈവം തൂക്കും. എങ്ങനെയാണ്?
നീ ഭാരം കുറഞ്ഞവനായിട്ട് കാണപ്പെട്ടു. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന സാമ്പത്തിക മേഖലയിലൊക്കെ വരുന്ന ആത്മഹത്യകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എത്ര സ്വാധീനം ഉണ്ടായിട്ടും ഒരു കഥയുമില്ല. ദൈവം കൈവിട്ടതാണ് പറഞ്ഞത്. കോടികളുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? മനുഷ്യൻ്റെ കിഡ്നി വരെ വിറ്റ് നമ്മൾ പല സാമ്പത്തിക സ്ഥാപനങ്ങളിലും പലിശ കൊടുക്കിയിട്ട് എത്ര പേരുടെ കണ്ണുനീരാണ്. തൂക്കി നോക്കുമ്പോൾ ഭാരം കുറഞ്ഞാൽ തള്ളിയിടും. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അവൻ ആരാണെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടുവെന്ന്. അപ്പം നിങ്ങൾ പറയും എനിക്കത് ബാധകമല്ല എന്ന് പറയാം. കർത്താവിൻ്റെ വചനം എല്ലാവർക്കും ഒരുപോലെയാണ് ബാധകം. ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടു. ഉടമ്പടിയിൽ നമ്മളെ ഭാരം വെപ്പിക്കുന്ന കുറേ ആത്മശക്തീകരണ പ്രവർത്തനങ്ങളുണ്ട്. ചില ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിക്കും, ചിലപ്പോൾ ചെയ്യത്തില്ല. പക്ഷേ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞങ്ങളത് ചോദിക്കും, കൗൺസിലേഴ്സ് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ധൈര്യത്തോടെ പറയാനുണ്ടാകണം. നിങ്ങൾ ചെയ്ത സൽപ്രവർത്തികൾ, നിങ്ങൾ ചെയ്ത കൃപാവര പ്രവർത്തികൾ, നിങ്ങൾ ചെയ്ത സുവിശേഷ പ്രചരണ പ്രവർത്തികൾ ഒക്കെ പറയുമ്പോൾ സ്വാഭാവികയോടെ എന്താ ചെയ്യണത്? ദൈവം നിങ്ങളെ തൂക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാരം കൂടുകയാണ്. നിങ്ങളതിന് ഉടമ്പടി ശരിക്കും സഹായിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റണത്? നിങ്ങളുടെ കാലത്തിലെ ദൈവം ഇടപെടും. ദൈവം ഇടപെടാൻ സാങ്കേതികമായ തടസ്സമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരായ നിങ്ങളത് ചെയ്യണ കാരണം അമ്മ നിങ്ങളുടെ കാലത്തിലേക്ക് ഇടപെടാൻ വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കും. അപ്പോഴെന്നാ പറ്റണത്? അനുഗ്രഹം അവകാശമാക്കും. അനുഗ്രഹം അവകാശമാക്കാൻ ജനിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ അതിനുള്ള അടിയന്തര നടപടി നിൻ്റെ കാലത്തിൽ ദൈവം ഇടപെടേണ്ടതാണെങ്കിൽ നിൻ്റെ കാലത്തിൽ ഇടപെട്ടുകൊണ്ട് നിൻ്റെ അവകാശത്തെ, അനുഗ്രഹത്തെ അവകാശമാക്കാൻ നിന്നെ സഹായിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ റോള്. അത് ഏറ്റവും കൂടുതൽ കൃത്യവും വ്യക്തവുമായി നടപ്പിൽ വരുത്തുന്നതിനാണ് ഉടമ്പടി പ്രാർത്ഥന ഒരു പദ്ധതിയും പ്രയോഗവുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഉടമ്പടി പ്രാർത്ഥന പദ്ധതിയും പ്രയോഗവും. നിനക്ക് ആ പുസ്തകം കിട്ടും ഓഫീസിൽ നിന്ന്. അടുത്ത അത് എല്ലാം തീർന്നു പോയിട്ട് നമ്മൾ രണ്ടാമത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് പഠിക്കണം. കാര്യം ഇതൊരു പദ്ധതിയാണ്. നിൻ്റെ കാലത്തിലേക്ക് ദൈവത്തെ ഇടപെടുത്തുന്ന അമ്മയുടെ മധ്യസ്ഥ ശക്തിയെ പ്രഘോഷിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ദൈവതിരുസന്നിധി നിന്നെ ഭാരമുള്ള വ്യക്തിയായി മാറ്റുന്ന, അതുവഴി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവകാശിയായി മാറ്റുന്ന ഒരു അസുലഭമായ പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. 12-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നമുക്ക് മറ്റ് പ്രാർത്ഥന പോലെയല്ല, ഇതൊരു ഭയങ്കര സിസ്റ്റമാറ്റിക് പ്രെയർ ആയത് കാരണം ഇതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ പഠിക്കാത്തിടത്തോളം കാലം. അതുകൊണ്ട് തന്നെ ഉടമ്പടിക്ക് വരുന്നവർക്ക് പ്രത്യേക ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരും, ഒരു ചീട്ട് തരും. ആ ചീട്ടും കൊണ്ട് വന്നാൽ മാത്രമേ ഉടമ്പടി ചെയ്യിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒന്നും ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ ഇവിടെ ഈസിയായിട്ട് ഒന്ന് ചെല്ലാൻ പറ്റും. പക്ഷേ ഉടമ്പടി പ്രാർത്ഥന ദൈവിക പദ്ധതിയാണ്. അത് നിത്യത വരെ നിന്നെ സഹായിക്കും. എൻ്റെ ഭൗതികമായ അനുഗ്രഹത്തിൽ തുടങ്ങിയിട്ട് നിത്യ അനുഗ്രഹം വരെ നിനക്ക് നൽകുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ആ പുസ്തകം നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിനെക്കുറിച്ച് വീട്ടിലിരുന്ന് അവധാനതയോടെ പഠിച്ച് പ്രാർത്ഥിച്ച് അത് ഒരുങ്ങിയാണ് ശരിക്കും ഉടമ്പടി ചെയ്യാൻ വരേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു നല്ല കാലം ദൈവം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കട്ടെ, എഴുന്നേറ്റ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും എഴുന്നേൽക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ആദ്യം പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ,
പലതരം രോഗങ്ങളാല് ഞാൻ വലയുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുവാൻ എനിക്ക് ഭയം തോന്നുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഭാവിയിലേക്ക് നോക്കുവാൻ എനിക്ക് ഉത്കണ്ഠ തോന്നുന്നു. പലവിധ വ്യഥകളാല് ഞാൻ വ്രണപ്പെട്ടിരിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, എൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി എന്നെ സുഖപ്പെടുത്തുമെന്നുള്ള ദൈവവചനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ തിരുസന്നിധിയിൽ ഞാൻ മാധ്യസ്ഥം പ്രാപിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, വേദനിക്കുന്ന ഈ കൂട്ടായ്മയിലുള്ള ധ്യാനം കൂടുന്ന എല്ലാവരെയും പ്രത്യേകം അനുസ്മരിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരമായ സാക്ഷിയായി എല്ലാവരെയും ഉയർത്തണമേ. ഞങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. മക്കൾ ശ്രുതികട ഹല്ലേലൂയ. അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേളി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിൽ സ്തുതി പറയുന്നു കർത്താവേ. നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടന് കേട് നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ മഹോദ രോഗ്യപ്പെടുത്തവനെ, കർത്താവെ തറവായ രോഗ്യപ്പെടുത്തവനെ, കർത്താവെ ഉള്ളംകാലം മുതൽ കർത്താവെ ഉച്ചവരെ കർത്താവെ അങ്ങയുടെ വലത് കരത്താൽ സ്പർശിക്കുന്ന അടിപ്പടർ പോലെ, വൈദ്യുത ആഘാതം പോലെ, ദൈവിക ശക്തികൾ, മാരക രോഗങ്ങള്, തീരാവേദനകള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. കരങ്ങൾ ഇടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവ് നൽകിയ സൗഖ്യത്തെ നന്ദി പറയട്ടെ. യേശുവേ ആരാധന. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. മക്കളെ, കിഡ്നി രോഗികൾ നടുവെല്ലിന് കൈവെക്കുക, കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൊമ്പിന് കൈവെക്കുക, ഹൃദയരോഗികൾ നെഞ്ചിൻ്റെ ഇടതുവശത്ത് കൈവെക്കുക, ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കുക, സർവാംഗം കൂടുതൽ രോഗമുള്ളവരെ സ്വസ്ഥികയായിട്ട് കൈവെക്കുക. ഇപ്പോഴും പരിശുദ്ധമ്മ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥ യാചിക്കുന്നതാണ്. ദിവ്യകാരുണ്യത്തോടാണ് മധ്യസ്ഥ യാചിക്കുന്നത്. നമ്മുടെ യോഗ്യതയെക്കാളുപരി ദൈവത്തിൻ്റെ കരുണയാണ് അമ്മയുടെ മധ്യസ്ഥത്താൽ നമുക്ക് ലഭിക്കുന്നത്. അമ്മയെ പരിശുദ്ധ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുസ്വന്തം അമ്മേ, പരിശുദ്ധമേ, ദൈവമാതാവേ, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാണ്, അങ്ങയുടെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാണ്, അങ്ങയുടെ മക്കളുടെ അവകാശവും മുഖരിയുമാകുന്ന മക്കളോട് കർത്താവെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 31:15 പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങളുടെ സമയം, അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങളുടെ ഭാഗധേയം. ആ സമയത്തെ കർത്താവേ, ഞങ്ങൾക്ക് അനുയോജ്യമായ വിധത്തില്, അനുഗ്രഹമായ വിധത്തില് അമ്മയെ പരിശുദ്ധമ്മയെ കാനായിലെ കല്യാണ വേളയിൽ ചെയ്തതുപോലെ അമ്മയുടെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യോഹന്നാൻ 2:4 പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഇപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ,
കർത്താവേ, അവിടെ യോഗ്യത കൊണ്ടല്ല, അമ്മയുടെ മധ്യസ്ഥത്തിന്റെ യോഗ്യതയാൽ കർത്താവേ, എഫേസ്യസ് 2:8 പ്രാർത്ഥിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവേ, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ അനുഭവത്താൽ നേടിയ കൃപയാൽ, കുരിശുമരണത്താൽ നേടിയ കൃപയാൽ ആരോഗ്യ രോഗങ്ങള്, ദുരിതങ്ങള്, ദുരിതങ്ങള് യേശുനാമത്തില്, യേശുനാമത്തില് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. മക്കളെ, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയിരിക്കുന്നവരെ, കടത്തിൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഓർക്ക് അച്ഛന് ഓരോ വാക്ക് പറയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കാരണം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഇടമാണിത്. ദൈവം ആവശ്യപ്പെട്ടതാണ് നമ്മളുടെ പ്രാർത്ഥന. നിൻ്റെ ജീവിതത്തിലെ ഏത് ദുരന്തമായാലും ഈ അൾത്താറയിൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിലാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ സാമ്പത്തിക തകർച്ചയുള്ളവരെയും പരിശുദ്ധ അമ്മ വഴി യേശുക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഭവനരഹിതര്, മക്കളില്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര് എല്ലാവരും സമർപ്പിക്കുന്നു. വരുമാന മാർഗമില്ലാത്തവര്, പഠനത്തിൽ പുറകായവര്, പഠനത്തിൽ തോറ്റുപോയവര്, പരീക്ഷയിൽ തോറ്റുപോയവര്, ഓരോ നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകളിലെല്ലാം കർത്താവെ പിന്നിലായി പോയവരെ, അമ്മേ, പരിശുദ്ധമ്മേ, ജോലി ഇല്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ശമ്പളം കുറഞ്ഞു പോയവരെ പൂർണ്ണമായി ഏറ്റെടുക്കണമേ, പൂർണ്ണമായി ഏറ്റെടുക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി, ദൈവിക കരങ്ങള് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, കണ്ണീരിടുന്നവരുടെ മേൽ ദൈവം സ്പർശിക്കട്ടെ. സാക്ഷ്യം പറയാൻ നമ്മുടെ പ്രത്യക്ഷ ഗണത്തിന്റെ സാക്ഷികളായി, സാക്ഷികളായി യേശുനാമത്തിലെ ഞങ്ങളെ ഉയർത്തണമേ. നമ്മുടെ പ്രത്യക്ഷ ഗണത്തിന്റെ സ്ഥിരമായ സാക്ഷികളായി യേശുനാമത്തിലെ ഞങ്ങളെ ഉയർത്തണമേ. നമ്മുടെ പ്രത്യക്ഷ ഗണത്തിന്റെ സ്ഥിരമായ സാക്ഷികളായി യേശുനാമത്തിലെ, യേശുനാമത്തിലെ ഞങ്ങളെ ഉയർത്തണമേ. ശ്രുതികട